ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാദ്യം കുറച്ച് അരി വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഡബിളായിട്ട് ഇത് വരും. വറന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരി വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒരിക്കലും കൂട്ടരുത്. കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഉള്ളൊക്കെ ശരിക്കും കുക്കായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഐറ്റം ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ അരി വറുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കരിയാതെ നമ്മൾ വറുത്തെടുക്കണം. ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് അരി വറുത്തെടുക്കേണ്ടത്. ഒട്ടും കരിഞ്ഞിട്ടില്ല, എന്നാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് തണിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് തണിയാൻ വെക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത് ക്രഷ് ചെയ്യേണ്ട കാര്യമില്ല, നല്ല പൊടിയായിട്ട് തന്നെ ഉള്ളത്. നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തേങ്ങയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിലിങ്ങനെ ചെറിയ കല്ല് പോലെ ഉണ്ടാവും. വറന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ഹാർഡായിട്ടും ഉണ്ടാവും. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാൻ റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും സബും കൂടി ചെയ്യണം. അപ്പോൾ പുതിയ അപ്ഡേഷനാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷന്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, താങ്ക് യു. സീ